ഇന്ന് രാവിലെ 3 മണിയോടെയാണ് റെയിൽവേ ട്രാക്കിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ 3 മണിക്ക് ഇതുവഴി പോയ അമൃത എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റാണ് ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ അത് ഉപയോഗിക്കാത്ത ഇളക്കി മാറ്റിയിട്ടിരിക്കുന്ന ഒരു റെയിൽവേ ട്രാക്കാണ്. ഈ റെയിൽവേ ട്രാക്കിലാണ് ഈ യുവതിയുടെ മൃതദേഹം കണ്ടത്. ഇത് വൈറ്റില ഫ്ലൈ ഓവറിന് നേരെ താഴെയുള്ള റെയിൽവേ ട്രാക്കാണ്. ഈ ഭാഗത്താണ് യുവതിയുടെ മൃതദേഹം കാണുന്നത്. പുലർച്ചെ 3 മണിയോടെ. അതിനുശേഷം അദ്ദേഹം റെയിൽവേ പോലീസിന് വിവരമറിയിക്കുക. റെയിൽവേ പോലീസാണ് ഇവിടെ മരട് പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചെയ്തത്. മരട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി 4:30 ആയപ്പോൾ സമീപത്തുള്ളൊരു PG ഹോസ്റ്റലിൽ നിന്നും ഒരു തുണി വാങ്ങിച്ചുകൊണ്ട് മൃതദേഹം മൂടിയിടുകയായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇത് കൊലപാതകമാണ് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. എങ്കിലും ആത്മഹത്യാ ശ്രമമാണോ, ഈ ഫ്ലൈ ഓവറിൽ നിന്ന് ചാടിയതാണോ നടക്കുമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ട്രെയിൻ തട്ടിയുള്ള മരണമല്ല എന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഒരു ഉപയോഗിക്കാത്ത ട്രാക്കാണ്. ഈ ട്രാക്ക് ഇങ്ങേയറ്റത്തുള്ള ട്രാക്കിലായിരുന്നു ഈ മൃതദേഹം ഇട്ടിരുന്നത്. ഇത് ഉപയോഗിക്കാത്ത ട്രാക്കാണ്. പോലീസ് ഇവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇവിടെ നടത്തുന്നത്. ACP അടക്കമുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം ഇവിടെ എത്തി ഫോറൻസിക് പരിശോധന അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. ആരാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. 30-35 ഇടയ്ക്ക് പ്രായമുള്ള യുവതിയാണ്. മലയാളിയാണോ അല്ലെങ്കിൽ ഇതര സംസ്ഥാന ജീവനക്കാർ ആരെങ്കിലും ആണോ, അത്തരം കാര്യങ്ങളൊന്നും പോലീസിന് വ്യക്തതയില്ല. ഒരു മരിച്ച സമയത്ത് ഒരു ടീഷർട്ടും ജീൻസുമായിരുന്നു ഇട്ടിരുന്ന വേഷമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുഖത്തടക്കം മർദ്ദനമേറ്റതിന്റെ പാടുകൾ അല്ലെങ്കിൽ ഈ അടി കിട്ടിയതിന്റെ പാടുകൾ മുഖത്തും തലയിലുമൊക്കെ ഉണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സൗത്ത് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.